ഗെറ്റ് റെഡി സിറ്റിസൺസ്, ഇന്ത്യൻ സിറ്റിസൺസ് ആയി കുറച്ച് കൂടുതൽ പറയാനുണ്ട്. അതുകൊണ്ട് ഷോർട്ടിലേക്ക് പോവില്ല. എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. പറയാനുള്ളത് എന്തായാലും പറയണം. ഹൈ ടു മേക്ക് എ കംപ്ലയിൻറ്റ്സ് എഗെയിൻസ്റ്റ് പോലീസ് എന്നാണ്. അപ്പോൾ ഇത് പറയുന്നത് കൺസ്യൂമർ കംപ്ലയിൻറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി, ഓർഗനൈസേഷൻ ഫോർ ലീഗൽ അവയർനെസ്, എറണാകുളം. അപ്പോൾ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതിൽ ഹിന്ദിയും ഇംഗ്ലീഷെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ്റെ ആണോ കേരളത്തിൻ്റെ ആണോ? കാരണം കേരളത്തിൻ്റെ ആണ് എറണാകുളം കാണിക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ആണോ എന്നാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണോ എന്നാലും അറിയില്ല. എന്നാലും നമുക്ക് മുന്നോട്ട് പോകാം. ലോഡ്ജ് എ കംപ്ലയിൻറ്റ് വിത്ത് DSP, SP, DGP or through police online portal. If no active is taken, file a complaint before magistrate court. The magistrate can order any investigation. If still not satisfied, you may approach the High Court. You can also file complaints before District Police Complaint Authority or the Human Rights Commission. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കേരളത്തിൻ്റെ ഇന്ത്യൻ സിറ്റിസൺ കാണാൻ പോയിനി. എന്നിട്ട് കത്തയച്ചതിന് മറ്റേ കത്ത് അടുക്ക് എന്ന് അങ്ങനെയാണ് അത് കിട്ടുക. ഒരു മിനിറ്റ്. ഹ്യൂമൻ റൈറ്റ്സ് കത്തയച്ചത് കാണാമല്ലോ. ഒന്നുണ്ടാവും. ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയില്ല. ഹ്യൂമൻ റൈറ്റ്സ് കത്തയച്ചിട്ട് മറുപടി തന്നിരിക്കുക. അതാ നോക്കിയേ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, വികാസ് ഭവൻ, തിരുവനന്തപുരം. എറണാകുളത്ത് നിന്ന് വന്ന സംഭവമല്ലേ ഇത്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ശരിയാക്കാം. അപ്പോൾ ഫയൽ നമ്പറിൽ നോക്കിക്കോ, 393325 കേരളം. എന്നിട്ട് ഇവർ അച്ചടിച്ച് വെച്ചിനി. ഏതാ ഇന്ത്യൻ സിറ്റീസിൻ്റെ പേര് റിവീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യൻ സിറ്റീസൺ മരിക്കാൻ തന്നെ പേടിയില്ല. അപ്പോൾ പറയാനുള്ളത്, രജിസ്ട്രാർക്ക് വേണ്ടി ഇങ്ങനെ ബാരച്ചൂട്ടിയിൽ ഒപ്പും സീലും സൈനൊന്നും ഇല്ലേ, പെൻ നമ്പറും ഇല്ല, ഒന്നുമില്ല. സീലില്ല, സൈനില്ല, പെൻ നമ്പറില്ല, രജിസ്റ്റർ നമ്പറില്ല. എന്തൊക്കെ പറയണോ അതൊക്കെ ഒരു നമ്പറും പച്ച മഷിയും നല്ല ഒപ്പിട്ടിനി രജിസ്ട്രാർ. കറുത്ത മഷിയോട് വരച്ചു കൂട്ടീനി. അപ്പോൾ രജിസ്ട്രാർ എന്ന് പറയുന്നത് ഗസറ്റഡ് ഓഫീസറല്ലേ. അപ്പോൾ ആടെ നിൽക്കുന്നില്ല. അപ്പോൾ അതിനെ ഇങ്ങോട്ടേക്ക് പോവാം. ആ വിവരാകാശത്തിൻ്റെ സീലാകും. ഇപ്പോൾ ആരും പൈസ കൊടുത്താലും ഉണ്ടാക്കും. അതിങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ അച്ചടിച്ച് വെച്ചിട്ട് എന്താ ഒന്ന് തന്നിനി, അവ്യക്തം ഊമഹർജി അഥവാ നാമത്തിലുള്ളവ. ഇംഗ്ലീഷിൽ എഴുതി തന്നിനി അവ്യക്തം ഊമഹർജി അഥവാ കപട. അങ്ങനെ പല വകുപ്പുകളും ഇവർ അടിച്ചു വെച്ചിനെ. ശ്രദ്ധിക്കണം. ഇവർക്ക് തന്നെ ടിക്കറ്റിട്ട് ആ കറുത്ത മഷി കണ്ടോ, ആ കറുത്ത മഷി തന്നെ ടിക്കറ്റ് ഉണ്ട്. രജിസ്ട്രാർ എന്ന് പറയുന്നത് എന്തായാലും ഗോവിട്ട് ഗസറ്റഡ് ഓഫീസറായിരിക്കും. അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ആ സാധനം കണ്ട് DGP പിന്നെ അടുക്ക് അത് പറയണ്ട. അത് ലോ ആൻഡ് ഓർഡർ പീപ്പിൾ അല്ലേ. ഹ്യൂമൻ റൈറ്റ്സിന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി മുന്നോട്ട് പോവാം. അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് കൺസ്യൂമർ കംപ്ലയിൻറ്റ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ബാക്കി അറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ വാട്സപ്പിൽ വന്ന സാധനമാണ്. എന്തായാലും ഒരു വാരിയർ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ തന്നെ ഇട്ടത് അപ്രീഷിയേറ്റഡ്. ഗോഡ് ബ്ലസ് മാൻ. അതുകൊണ്ടല്ലേ ഇന്ത്യൻ സിറ്റീസിന് പറയാൻ കഴിഞ്ഞത്. പോലീസിനെതിരെ എങ്ങനെ പരാതി നൽകാം? എല്ലാ പോലീസുകാരും മോശക്കാരല്ല, പക്ഷേ മോശക്കാരിൽ ചിലർ പോലീസാണ്. ആ പോയിന്റിനെ ഒന്നിക്കുന്നു. മോശക്കാരിൽ ചിലർ പോലീസാണ്. അങ്ങനെ പരാതികൾ മേലുദ്യോഗസ്ഥരായ DSP, SP ഓർ കമ്മീഷണർ. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ പറയാം, കേരളത്തെ റൂറലും സിറ്റിയാക്കി മുറിച്ചുകൊണ്ട് നമുക്കിവിടെ SP പറയേണ്ട, DPC കമ്മീഷണർ. ഇവിടെ DSPൻ്റെ കിടന്ന് കിട്ടിയെന്ന് ഇന്ത്യൻ സിറ്റിസൺ അറിയില്ല. അതുകൊണ്ട് DSP. അപ്പോൾ അങ്ങനെ മാറ്റണേ. കാരണം ഇടുന്ന ഇവർക്ക് മലയാളിക്ക് കിട്ടിയെന്ന് അറിയില്ല. അപ്പോൾ SP ഓർ കമ്മീഷണർ. SP ഇല്ല, DPC ഓർ കമ്മീഷണർ. രണ്ടാളും IPS ആണ്. DGPയും IPS ആണ്. അപ്പോൾ അതങ്ങനെ പോയി കോപ്പി സൂക്ഷിക്കുക കേരള പോലീസ്. എന്നിട്ട് സൂക്ഷിച്ചിട്ട് ഉണ്ടാവേണ്ടി ആൾ മരിക്കുന്നല്ലാണ്ട്. ഇത്രയും ചെയ്തിട്ട് നടപടിയെടുക്കുന്നതിൽ നിങ്ങളുടെ പരിധിയിലുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ BNS സെക്ഷൻ 175(3) പ്രകാരം വക്കീൽ വഴി അന്യായം ബോധിപ്പിക്കാം. നടപടി ഉണ്ടാകും. മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഉത്തരവിടും. അങ്ങനെയാണ്. എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് റീഡ് മോർ അടിക്കാം. റീഡ് മോർ അടിച്ചിട്ട് എല്ലാ ജില്ലാ സ്ഥാപനങ്ങളിലും കേരള പോലീസ് ഇതന്നെ ഒരിക്കൽ വായിച്ചിട്ടാണ് എങ്ങനെല്ലോ കണ്ടുപിടിച്ചിരുന്നു. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിൽ DPC ഓഫീസിലും കേരള പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി നിലവിലുണ്ടെന്ന് പറഞ്ഞ ഏതാണെന്നറിയോ? മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതിയാണ്. അതിലാണ് ഈ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞത്. കൊടുത്തിട്ടോ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് മൂപ്പറ കയ്യിലാണ്. അവിടെ നിൽക്കുന്നത്.
അപ്പോൾ എന്താണ്, കേരള മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയാൽ നടപടി ഉണ്ടാവും. മനുഷ്യാവകാശ കമ്മീഷൻ അതന്നല്ല ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ലോക്കർ മർദ്ദനമായ വിക്ടിം ആശുപത്രിയിൽ നേരിട്ട് പരാതിയെല്ലാം പറഞ്ഞോ, എന്നിട്ട് എന്താ കിട്ടും നോക്ക്. കുറേ ആൾ ഇന്ത്യൻ സിറ്റിസൺ ജയിലിൽ കിടന്നാലോ കോടതീൻ്റെ എന്താ പറയുക, മജിസ്ട്രേറ്റിൻ്റെ ഇപ്പോൾ ഡിജിറ്റലാണ്. ഈ ഡിജിറ്റൽ ഇന്ത്യ കൊണ്ട് കോടതിയിൽ പ്രതികളെ കൊണ്ടുവരാണ്ട് ഇപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആയാലും കൊണ്ടുവരില്ല. എന്നിട്ട് വീഡിയോ കോൾ വെക്കലാണ്. ഇന്ത്യൻ സിറ്റിസനോട് അവിടെ കുറേ കാലമായിട്ട് കിടക്കുന്ന ആൾ പറഞ്ഞ് വീഡിയോ കോളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും മജിസ്ട്രേറ്റിനോട് പറയാൻ കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾ നെക്കിപ്പിടിക്കും പോലും മജിസ്ട്രേറ്റിന് കേൾക്കൂല. അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞതാണ്. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കേസ് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിന് പിന്നെ വിളിച്ചിട്ടുമില്ല. 5-8 മാസമായി, 2 കൊല്ലമായി. അങ്ങനെ കുറേ ആളാടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കട്ട്. അപ്പോൾ അത് അതിൻ്റെ ബൈക്ക് പോട്ട്, നിയമത്തിൻ്റെ ബൈക്ക് പോട്ട്. കാരണം ഇന്ത്യൻ സിറ്റിസൺ ഒറ്റക്ക് എന്താ ചെയ്യേണ്ടി, ഇവിടെ അപകീർത്തി എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം നടക്കുന്ന ആ പോട്ട് എഴുതി നൽകി ഡോക്ടറുടെ സമയം ചെയ്യുന്നതാണ്. അതിൽ അറസ്റ്റ് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയി കെഞ്ചുന്നതിന് പകരം വക്കീലിനെ കണ്ട് നിയമസഹായം തേടുകയാണ് ബുദ്ധി. അങ്ങനൊരു ബുദ്ധിയുണ്ട്. പക്ഷേ വേറൊരു ബുദ്ധി പറയാം. BNS 2023 വന്നേരം പോലീസ് സ്റ്റേഷനിൽ വക്കീലന്മാരുടെ ഡീറ്റെയിൽസ്, സർക്കാർ വക്കീലന്മാരുടെ ഡീറ്റെയിൽസ് നെയിം ബോർഡും തൂക്കണം. ഈ വക്കീൽ ഏതാ നമുക്ക് നോക്കാം, എന്നിട്ട് മുന്നോട്ട് പോവാം. പരാതികൾ വിജിലൻസ് ലോകായുക്ത എന്നിവരെ അറിയിച്ചാൽ ബാക്കി കാര്യം അവർ നോക്കിക്കോളും. ഏത് വിജിലൻസ്? നല്ല രസമുണ്ട്. അപ്പോൾ പിന്നെ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് KB മോഹനൻ സാറാണ്. അപ്രിഷ്യേറ്റഡ് സാർ. കുറേ കാര്യങ്ങളൊക്കെ തിയറിയാണ്, പക്ഷെ പ്രാക്ടിക്കലായാലും പ്രശ്നമാണ്, റിയാലിറ്റി ആയാലും പ്രശ്നമാണ്. പിന്നെ ഒരു കാര്യം പറയുന്നത് വക്കീൽ വഴി മറ്റും മജിസ്ട്രേറ്റിനോട് പറയാം എന്ന് പറയുന്നതും തെറ്റാണ്. കാരണം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യൻ സിറ്റിസന്മാർ ആരൊക്കെയുണ്ട് അവർക്ക് പാർട്ടി ഇൻ പേഴ്സൺ ആക്കിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട്, പാർട്ടി ഇൻ പേഴ്സൺ അങ്ങനെ എന്തോ ഇംഗ്ലീഷാണ്, രജിസ്റ്റർ ചെയ്തിട്ട് യൂസർ നെയിമും പാസ്വേഡെല്ലാം ആക്കിയിട്ട് സ്വന്തമായിട്ട് കോർട്ടിൻ്റെ അകത്ത് വാദിക്കാം. പക്ഷേ മജിസ്ട്രേറ്റിനെ കയറി കാണുകയോ മജിസ്ട്രേറ്റിനെ റൂമിൽ കയറി കാണുകയോ അതൊന്നും രേഖാപരമായിട്ട് മാത്രമേ നടക്കൂ. സാധാരണ രീതിയിൽ കയറി കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ എഴുതണം. കാരണം പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയാണ്, നോട്ട് വെറി റിപ്പബ്ലിക് ഡേ. അത് എന്തുകൊണ്ട് വന്നു ഇന്ത്യൻ സിറ്റിസൺ അറിയില്ല. പറയാനുള്ള കാര്യം പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങളും നിയമനിർമ്മാണത്തിലെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ശരിക്കുണ്ട്. തുടർന്നും ഇത്തരം നിയമപരമായ അറിവുകൾ ലഭിക്കുന്നതും ജോയിൻ ചെയ്യുക, വിലപ്പെട്ട അറിവ് സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. അങ്ങനെ പങ്കുവെച്ച ആ മനുഷ്യനാണ് ഇന്ത്യൻ സിറ്റിസൺ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് തിരുത്തുകളുണ്ട്. ആ തിരുത്തുകളും ഇതിലേക്ക് മാറ്റിയിട്ട് മിസ്റ്റർ അഡ്വക്കേറ്റ് KB മോഹൻ സാർ വീണ്ടും ഒരു കാര്യം കൂടി ചെയ്തിട്ട് മറുപടി തരണമെന്നാണ് ഇന്ത്യൻ സിറ്റിസൻ്റെ ആഗ്രഹം ആൻഡ് റിക്വസ്റ്റ്. സോ മാട്ടൂലിൻ്റെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ സിറ്റിസൺ.